ആധുനിക ലോകത്തിലെ അവസാനിക്കാത്ത തിരക്കുകളുടെ ഇടയിൽ സോഷ്യൽ മീഡിയ ഫീഡുകളുടെ നിലയ്ക്കാത്ത ചിലപ്പുകൾക്ക് ഇടയിൽ ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? സമാധാനത്തോടെ അല്പനേരം ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കിരിക്കുക, ഏകാന്തതയെ പ്രണയിക്കുക, ഇത് ഒരു ഇരുതല മൂർച്ചയുള്ള വാള് കൂടിയാണ്. ഒറ്റയ്ക്കിരിക്കാൻ സമയം കണ്ടെത്തുക എന്നത് ഒരു കാര്യം, ഒറ്റപ്പെടൽ അനുഭവിക്കുക എന്നത് മറ്റൊരു കാര്യം. രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. ആൾക്കൂട്ടത്തിന്റെ ഇടയിലും നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. ആധുനിക തത്വചിന്തയിലെ ഏറ്റവും വലിയ പെസിമിസ്റ്റിക്കായ അശുഭ ചിന്തകനായ ഷോപ്പൻഹോവർ നമ്മുടെ നിലയ്ക്കാത്ത ആഗ്രഹങ്ങളിൽ നിന്നാണ് ജീവിതത്തിലെ എല്ലാ വേദനകളും രൂപപ്പെടുക എന്ന് പറയുന്നുണ്ട്. ഒറ്റപ്പെടുക എന്നത് ശൂന്യതയിലേക്കുള്ള നോട്ടമാണ്. അസംതൃപ്തി ഊറി വരുന്ന ഒരു വലിയ ശൂന്യതയെ നേരിടലാണ്. ആ ഫീലിംഗ്, നമ്മുടെ ആവശ്യത്തിന്റെ നിമിഷത്തിൽ ആരും തന്നെ കൂടെയില്ലാത്തതിന്റെ, ഉപേക്ഷിക്കപ്പെട്ടതിന്റെ ആ ഫീലിംഗ്, നമ്മെ കാർന്നു തിന്നുന്ന ആ ഒരു നിർദ്ദയമായ ഉദ്ദേശരഹിതമായ ശൂന്യത, ആ ഒറ്റപ്പെടൽ നാം ഓരോരുത്തരും ഒന്നല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ അറിഞ്ഞിട്ടുണ്ടാവും. നഗരത്തിരക്കുകൾക്ക് മധ്യയാണെങ്കിലും വീടിന്റെ ഉള്ളറകളിലാണെങ്കിലും അത് നമ്മെ തേടി വരും. നമ്മുടെ ജീവിതത്തെ ചൂഴ്ന്നു കയറുന്ന, തുരന്നു കളയുന്ന ഏകാന്തതയെ നാം നേരിൽ കാണും. എന്നാൽ തനിയെ ഇരിക്കുക എന്നാൽ അതല്ല. അത് സ്വന്തത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ്. ആത്മാവിനോട് ആത്മാർത്ഥതയിൽ സംവദിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ഇഷ്ടമുള്ള ഒരിടത്തിൽ സ്വന്തത്തെ പ്രതിഷ്ഠിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വേളയാണ്. ആത്മപരിപാലനമാണ്. ഇന്ന് തനിച്ചിരിക്കുക ഒരുപക്ഷെ എല്ലാവർക്കും പ്രയാസമുള്ള കാര്യമാണ്. ആൾക്കൂട്ടമാണ് സന്തോഷം. സാമൂഹികമായ ഇടങ്ങളിൽ, ബന്ധങ്ങളിലാണ് സാഫല്യം എന്ന് നാം കരുതുന്നു. അതിൽ കുറേയേറെ സത്യവുമുണ്ട്. എന്നാൽ സാമൂഹികത നമുക്ക് തരുന്ന നിരവധി കാര്യങ്ങളോടൊപ്പം അത് തടയിടുന്ന ചിലതുമുണ്ട്. അത് നാം നമുക്കായി സമയം കണ്ടെത്തുമ്പോൾ, തനിയെ ഇരിക്കുമ്പോൾ മാത്രം നമുക്ക് ലഭിക്കുന്ന ചിലതാണ്. നമ്മുടെ സാമൂഹികമായ സെൽഫിന് അപ്രാപ്യമായ ആശയങ്ങൾ, ഉൾക്കാഴ്ചകൾ, വികാരങ്ങൾ, അതിലേക്കുള്ള വാതായനമാണ്. സ്വന്തത്തെ തിരിച്ചറിയാനുള്ള വഴിയാണ്. നമ്മുടെ മനസ്സ് ഏകാന്തതയിൽ ശാന്തമാവുമ്പോൾ, ധ്യാനനിരതമാവുമ്പോഴാണ് അതിന് സർഗാത്മകമാവാൻ കഴിയുന്നത്. നിരന്തരം തിരമാല പോലെ വന്നിരിക്കുന്ന ബഹളങ്ങളിൽ, കണ്ടന്റുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുമ്പോഴാണ് മനസ്സിന് അത് സാധ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഏകാന്തത വളരെ നല്ലതാണ്. ക്രിയേറ്റിവിറ്റി പരിപോഷിപ്പിക്കാൻ, സ്വന്തം ജീവിതത്തിന്റെ സഞ്ചാരപഥത്തെ വിലയിരുത്താൻ, ആത്മപരിശോധന നടത്താൻ അത് നമ്മെ സഹായിക്കുന്നു. എന്നാൽ മുമ്പ് പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും ഒറ്റപ്പെടുന്നതിനുമിടയിൽ വളരെ നേർത്ത അതിർവരമ്പ് മാത്രമാണുള്ളത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒറ്റയ്ക്ക് നടക്കുക, ഇരിക്കുക എന്നത് ഒരു ചോയ്സാണ്. ഒറ്റപ്പെടൽ എന്നാൽ നമ്മൾക്ക് മേൽ വന്ന് ഭവിക്കുന്നതാണ്. സമൂഹത്തിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും വിരമിച്ച് വഴിമാറി നടക്കുന്നത് ഒറ്റപ്പെടലിനും പിന്നീട് ഡിപ്രഷനും വഴിമാറാവുന്നതാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏകാന്തത ഏത് വിധത്തിലുള്ളതാണ് എന്നത് ഹൃദയത്തിന്റെ അന്തരാളത്തിൽ, സ്വകാര്യതയിൽ മാത്രം പരിശോധിച്ച് അറിയാൻ കഴിയുന്ന ഒന്നാണ്. സോ ഒരു ബാലൻസ്. തനിയെ സമാധാനമായിരിക്കാൻ കൊതിക്കുമ്പോൾ, ഏകാന്തത തിരഞ്ഞെടുക്കുമ്പോൾ നാം തീർച്ചയായും ശ്രദ്ധിക്കുക.